അത് വരും, അത് വരട്ടെ, വരും, അദ്ദേഹം വരും, അത് വരും. അല്ല പിന്നീട്, അല്ല ഇപ്പം അല്ല, നാളെ പിന്നീട്. സമീപകാലത്തെ ചരിത്രത്തിലാദ്യമായി കോൺഗ്രസ് മന്ത്രിസഭയിൽ 2 സ്ത്രീകൾ വരികയാണ്. ഒരു ഡെപ്യൂട്ടി സ്പീക്കർ, നഫീസത്ത് ബീവിയെ കഴിഞ്ഞതിന് ശേഷം ഒരു ഡെപ്യൂട്ടി സ്പീക്കർ, മുതിർന്ന നേതാവായിരുന്നു നഫീസത്ത് ബീവി അല്ലേ, ഒരു ഡെപ്യൂട്ടി സ്പീക്കർ ഒരു വനിത കൂടി വരികയാണ്. വകുപ്പുകളുടെ കാര്യം, വകുപ്പുകളെല്ലാം ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ചെറിയ ചെറിയ കറക്ഷൻസ് മാത്രമേ ഉള്ളൂ. ഘടകകക്ഷികൾ തമ്മിലുള്ളതും ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കണം. അത് സാധാരണ അത് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമാണ് ഗവർണർക്ക് സമർപ്പിക്കാറുള്ളത്. നാളെ അത് സമർപ്പിക്കും. സമർപ്പിച്ചു കഴിഞ്ഞാൽ ഗവർണറുടെ അപ്രൂവൽ കിട്ടിയാൽ അത് ഗവൺമെൻറ് പ്രസിൽ കൊടുത്ത് ഗസറ്റ് നോട്ടിഫിക്കേഷനായിട്ടാണ് വരുന്നത്. പ്രഖ്യാപിക്കാറില്ല. അതാണ് അതിൻ്റെ കൺവെൻഷൻ. അത് പറഞ്ഞല്ലോ, ഞാൻ 3 ചോദ്യം വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അത് പിന്നീട് പറയാമെന്ന് പറഞ്ഞു. ചില ധാരണകളുണ്ട്, അത് ഞാൻ പിന്നീട് പറയാം. പറയാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, അറിയിക്കാം. അല്ലല്ല, അതൊക്കെ പറയാന്നേ. അതൊക്കെ നിങ്ങൾ ഗസറ്റ് നോട്ടിഫിക്കേഷനിൽ അടുത്ത വിസ്മയങ്ങൾ നോക്കിയോ. അതായത് കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ മല്ലികാർജുൻ ഖാർഗെ, ശ്രീ രാഹുൽ ഗാന്ധിജി, ശ്രീമതി പ്രിയങ്ക ഗാന്ധിജി, കർണാടക മുഖ്യമന്ത്രി ശ്രീ സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി ശ്രീ രേവന്ത് റെഡ്ഡി, ഹിമാചൽ മുഖ്യമന്ത്രി ശ്രീ സുഖു. അതേ ഞാൻ NSU അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്നപ്പോൾ ഹിമാചലിലെ NSU പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. പിന്നെ കർണാടക ഡെപ്യൂട്ടി മുഖ്യമന്ത്രി DK ശിവകുമാർ. പിന്നെ അവിടെ നിന്നെല്ലാം നിരവധി മന്ത്രിമാരെല്ലാം വരുന്നുണ്ട്. അത് വരും, അത് വരട്ടെ, വരും, അദ്ദേഹം വരും, അത് വരും. അല്ല പിന്നീട്, അല്ല ഇപ്പം അല്ല, നാളെ പിന്നീട്. സമീപകാലത്തെ ചരിത്രത്തിലാദ്യമായി കോൺഗ്രസ് മന്ത്രിസഭയിൽ 2 സ്ത്രീകൾ വരികയാണ്. ഒരു ഡെപ്യൂട്ടി സ്പീക്കർ, നഫീസത്ത് ബീവിയെ കഴിഞ്ഞതിന് ശേഷം ഒരു ഡെപ്യൂട്ടി സ്പീക്കർ, മുതിർന്ന നേതാവായിരുന്നു നഫീസത്ത് ബീവി അല്ലേ, ഒരു ഡെപ്യൂട്ടി സ്പീക്കർ ഒരു വനിത കൂടി വരികയാണ്. ഒന്നും ശ്രദ്ധിച്ചില്ല. ഞാൻ നിങ്ങൾ വ്യക്തിപരമായി ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കര മിടുക്കരായിട്ടുള്ള ആളുകൾ, ഇതിൽ വരേണ്ട ആളുകൾ, അർഹരായ ആളുകളുണ്ട്. നോക്കട്ടെ. നമ്മൾ ഈ ഇന്ദിരാ ഗ്യാരണ്ടിയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടാകുമോ അതോ മറ്റ് പ്രധാനപ്പെട്ട ജനകീയ പ്രഖ്യാപനങ്ങൾ? ക്യാബിനറ്റ് കഴിഞ്ഞിട്ട്
നിങ്ങളെ കാണും.